ഉഗ്രൻ ഗെയിമായിരുന്നു. രണ്ടുപേരും അവരുടെ കഴിവിന്റെ പരമാവധി ഫൈറ്റ് ചെയ്തു. വെയിറ്റ് കാറ്റഗറി ഒന്നും സെയിം അല്ല. അനീഷ് പരമാവധി ശ്രമിച്ചു എടുത്തു കളയാനൊക്കെ, അത് നടന്നില്ല. പക്ഷെ വേറെ കാര്യമാണ്, അനീഷിന്റെ അടുത്തുനിന്ന് നമ്മൾ ഇത്രയും ശക്തമായ ഒരു പ്രതിരോധം പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം അത്രയും മനോഹരമായിട്ട് ചെയ്തു. പിന്നെ കുറച്ച് റെസ്ലിംഗിന്റെ ടാക്ടിക്സ് ഓഷോ അവിടെ കാണിച്ചു. പക്ഷെ അതിലൊന്നും അനീഷ് എന്നിട്ടും അനീഷ് ഓൾമോസ്റ്റ് പുഷ് ചെയ്ത് ഇവിടെ കളയാൻ ഇവിടെ എത്തിച്ചാണ്. ടാക്ടിക്കലി ഡിഫെൻഡ് ചെയ്തു. ഓഷോ വാസ് ഫിസിക്കലി സുപ്പീരിയർ. ഡെഫിനറ്റ്ലി ഓഷോ അത് മാക്സിമം യൂസ് ചെയ്ത്. എന്നാലും മനോഹരമായ ഗെയിം ആയിരുന്നു. ഇത്രയും നീണ്ടുപോകുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ രണ്ടുപേരും മനോഹരമായിട്ട് കളിച്ചു. ആൻഡ് ദ വിന്നർ ഈസ് ഓഷോ. ഓക്കെ, അടുത്ത ആളുകൾ റെഡിയാണോ? അടുത്ത ആരൊക്കെയാണ് നിങ്ങളുടെ ടീമിൽ നിന്ന് വിടുന്നു? ആരൊക്കെ? ഈ ടീം ഒന്ന് ജയിച്ചു. ക്യാപ്റ്റൻ കാർത്തികിന്റെ ടീം മസ്താനിയുടെ ടീം ഒരു ഗെയിം ജയിച്ചു. അപ്പൊ 1-1 നിൽക്കുകയാണ്. ഇതാണ് വിന്നറിനെ തീരുമാനിക്കേണ്ടത്. നിങ്ങളെ ഏറ്റവും നല്ല പോരാളിയാണോ റോഷൻ? ഓക്കെ, നിങ്ങളുടെ പോരാളി ആരാണ്? ഷഫീഖ്. ഓക്കെ, രണ്ടുപേരും വരൂ. 1, 2, 3. റോഷ വിളിക്കുകയാണെങ്കിൽ ഓടിച്ചേ തള്ളിയിടാ. ഒറ്റ ചാട്ടം. പുഷ് ചെയ്യടാ. വെള്ളം തെറ്റിക്കലല്ല കളി. ഇവർക്ക് കളി മാറിപ്പോയി തോന്നുന്നു. പുഷ് 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 പിടിച്ച് പുഷ് ചെയ്യടാ. കാല് പിടിച്ച് മാപ്പ് പറയാനല്ല റോച്ച. റോച്ച കൊണ്ടുപോ, പുഷ് ചെയ്ത് കൊണ്ടുപോ. ഗെയിം ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് റൗണ്ട് ചെയ്ത്, കാരണം എവിടുന്ന് തുടങ്ങണം എന്നുള്ളൊരു ഇത് സ്റ്റാർട്ട് വിചാരിച്ച് നൈസായി തൊട്ട് പിന്നെ കാല് പിടിച്ചങ്ങോട്ട് തുടങ്ങായിരുന്നു. കാരണം പുള്ളിക്കാരൻ്റെ കാലിനൊരു ചെറിയതല്ല, അപ്പം അതൊരു വീക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് തുടങ്ങാം എന്നുള്ള രീതിയിൽ ഞാൻ കാല് പിടിച്ച് തുടങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തമ്മിൽ മാക്സിമം ഞാൻ ഡിഫെൻഡ് ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൈ നല്ല പെയിനായി.